കാതും വായും കണ്ണും പൊത്തിയുള്ളൊരു ജീവിതം, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലുമെന്ന അവസ്ഥ. മുനമ്പത്തെക്കുറിച്ച് ചർച്ചകളിൽ മേൽക്കോയ്മ ഉണ്ടാക്കിയെടുക്കാൻ മേനി നടിക്കുന്നവരുടെ തള്ളൽ അപാരമാണ്. മുനമ്പം വിഷയം ചർച്ച ചെയ്ത് മുനയൊടിക്കാനുള്ള കഷ്ടപ്പാട് ഒരു വശത്തും തികച്ചും മനുഷ്യത്വവാദികളെ മറുവശത്തും കാണാം. വഖഫ് ഇതിൽ കക്ഷിയല്ല എന്നൊരു വശത്തും വഖഫ് മുനമ്പത്തെ മനുഷ്യജീവിതങ്ങളുടെ അന്നം മുട്ടിക്കുന്ന സമീപനം മറുവശത്തും കാണുമ്പോഴാണ് ഈ പൊഴിക്കുന്ന കണ്ണുനീർ മുതലപ്പൊഴിയേക്കാൾ ഭീകരമാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്. ഒരു കാര്യം തീർച്ച, വഞ്ചിക്കപ്പെട്ട ഒരു സമൂഹമാണ് മുനമ്പത്തെ സമരപ്പന്തലിലുള്ളത്. ഭയപ്പെടേണ്ട, നിങ്ങളെ ആരും ഇറക്കിവിടില്ല എന്നൊക്കെയുള്ള അനുകമ്പയുടെ വാക്കുകളിൽ ചതിയും വഞ്ചനയുമുണ്ട്. ഭൂമിയുടെ കരം കെട്ടാൻ ചെന്ന മുനമ്പത്തുകാരെ വഖഫിന്റെ സ്ഥലത്താണ് നിങ്ങൾ കുടികിടക്കുന്നത് എന്ന് പറഞ്ഞ് മടക്കി അയച്ചാൽ അതിന്റെ ദൂരവ്യാപകമായ ഫലം അതിജീവനത്തിനുള്ള അവകാശം ഉപ്പുതൊട്ട് കർപ്പൂരം വരെ ഹനിക്കപ്പെടുന്നു എന്നതല്ലേ? ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന അവകാശം, ഇവിടെ മാന്യമായി ജീവിക്കാനുള്ള അവകാശം ആർക്കാണ് നിഹനിക്കാൻ സാധിക്കുക? ഇന്ത്യൻ ഭരണഘടനയാണ് എല്ലാ നിയമങ്ങൾക്കും മുകളിൽ എന്ന പഠിപ്പിക്കലിന്റെ കാലിക പ്രസക്തി ആരാണ് മുനമ്പത്ത് കവർന്നത്? മുനമ്പത്തെ മനുഷ്യർ നിഷ്കളങ്കതയുടെ പര്യായമാണ്. നിഷ്കളങ്കതയും നിയമത്തിന്റെ വളച്ചൊടിക്കലും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ രക്തം വാർന്ന കുറെ മനുഷ്യർ. കുടികിടപ്പ് അവകാശം കിട്ടേണ്ട മുനമ്പം നിവാസികൾക്ക് നാട്ടിൽ നടപ്പുള്ളതിലും ഇരട്ടി വിലയ്ക്ക് ഭൂമി വിറ്റ് പണം സമാഹരിച്ച കഥയും വഖഫുമായി എങ്ങനെ യോജിക്കും? 1954 ഉണ്ടാക്കിയ വഖഫ് ആക്ടിൽ എവിടെയൊക്കെ വഖഫ് ചെയ്ത ഭൂമിയുണ്ടോ അവിടെയൊക്കെ വഖഫിന് അവകാശമുള്ളതായി രേഖപ്പെടുത്തേണ്ട ചുമതല ബോർഡിൻ്റെതാണ്. പക്ഷെ അന്നൊന്നും ഇത് വഖഫ് രേഖകളിൽ ഉൾപ്പെട്ടില്ല. അതിനാൽ തന്നെ ഇത് വഖഫല്ല എന്ന് വ്യക്തമല്ലേ? 2019 വഖഫ് ബോർഡിന്റെ ആസ്തി പട്ടികയിൽ മുനമ്പം ചേർത്തപ്പോൾ മുനമ്പത്തുകാർ അറിഞ്ഞില്ല വഖഫ് ബോർഡിന്റെ ചതിക്കുഴിയായിരുന്നു ഈ രേഖപ്പെടുത്തലെന്ന്. എതിർകക്ഷിയെ കേൾക്കുക എന്ന സാമാന്യ നിയമത്തിനെതിരാണ് ഈ നടപടി. 2008 സർക്കാർ നിയോഗിച്ച ഏകപക്ഷീയമായ MA നിസാർ കമ്മീഷൻ തന്നെ വഖഫിന്റെ വിശുദ്ധി കളഞ്ഞുകുളിച്ചു. ഇതാണ് ആലംബഹീനരും നിഷ്കളങ്കരുമായ മുനമ്പം നിവാസികളെ ചതിച്ചതിന്റെ ചരിത്രം. ഈ ചതിയുടെ ചരിത്രത്തിൽ ആരെല്ലാം ഭാഗഭാക്കുകളായി എന്നത് ചരിത്രം തെളിയിക്കും. ചതിതന്ത്രങ്ങൾ ഇതുകൊണ്ട് അവസാനിച്ചോ? പറയാൻ വരട്ടെ, പുതിയ ചതികൾ ആവിഷ്കരിച്ച് കുളം കലക്കി മീൻ പിടിക്കാൻ പരിശ്രമിക്കുന്നുണ്ട് പലരും. മുതലക്കണ്ണീർ പൊഴിച്ച് മുനമ്പത്തുകാരെ സമീപിച്ച പലരുടെയും നിലപാടുകൾ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. ശാശ്വത പരിഹാരമായിരിക്കണം മുനമ്പത്തെ ആളുകൾക്ക് വേണ്ടത്, അല്ലാതെ താൽക്കാലിക പരിഹാരത്തിന് ഒരിക്കലും വഴങ്ങാതിരിക്കുക. സർക്കാരിന് മാത്രമേ ഇതിൽ ജാഗ്രത കാണിക്കാൻ പറ്റൂ. ചരിത്രത്തിൽ ഏകപക്ഷീയമായി വന്നുപോയ തെറ്റുകൾ തിരുത്തപ്പെടണം. നിരപരാധികളും നിഷ്കളങ്കരുമായ മുനമ്പം നിവാസികളുടെ ഇരുൾ വീണ ജീവിതത്തിലേക്ക് നല്ലൊരു സൂര്യോദയം ഉണ്ടാകട്ടെ.